ഇത് ആക്ച്വലി നമ്മള് ഇതിൽ തന്നെ നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ തന്നെ പറയുന്നുണ്ട്, നോ ലോജിക് ഓൺലി ഫൺ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ. ലോജിക്ക് നോക്കിയിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, കാരണം ഒരിക്കലും ഒരു കൊലപാതകം ചെയ്തൊരു സാധാരണ ഫാമിലി ഇത്ര ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ നമ്മള് കൊന്ന് സെക്കൻഡ് ഷോട്ട് കാണിക്കണ വെച്ചാല് നന്ദുചേട്ടൻ ഇത് ഭക്ഷണം കഴിക്കണതാ വീട്ടിലേക്ക് പോവാൻ. നമ്മള് ഔട്ടാണ് കംപ്ലീറ്റ്ലി, പക്ഷെ നമ്മള് നമ്മുടെ ദൈനംദിന ജീവിത പരിപാടികൾ ചെയ്യുന്നു. സൈജു വരുന്നു, നമ്മള് ഭക്ഷണം വിളമ്പുന്നു, അമ്മ ചായക്ക് വരാൻ ടാങ്കാ കൊടുക്കുന്നു, പക്ഷെ ചായ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് കോമഡി ആയിട്ടല്ല ചെയ്തത്. നമുക്കൊരു സാധനം തരുന്നു, നമ്മൾ എന്താണോ ചെയ്യാൻ നമുക്ക് തന്ന സീൻ നമ്മളത് ചെയ്യുന്നു. അത് കോമഡി കാണുന്നവർക്ക് തോന്നുന്നതാണ് കോമഡി ആയിട്ട്. അതെ, അതില് കലച്ചേച്ചി നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു തേങ്ങ പിടിച്ചു സീനുണ്ട്. അല്ല, അതില് മോഹിനീശ്വരി ദേവി അങ്ങനെയാണല്ലോ, കയ്യില് ഏതാണ്ടൊക്കെ പിടിച്ചല്ലേ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഷൂട്ട് ചെയ്തപ്പം ഞങ്ങള് റിഹേഴ്സൽ ടൈമില് നമ്മുടെ സിനിമയുടെ വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരേപോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നോക്കുന്ന ഒരുമിച്ച്. അത് ഭരതനാട്യത്തിലും അങ്ങനെയായിരുന്നു. അതേപോലെ ആരെങ്കിലും വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വീടിന്റെ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ സീനിലും നിൽക്കുന്നുണ്ട് എല്ലാരും. അത് അങ്ങനെയാണ് ദാസൻ നമ്മുടെ ഫാമിലിയെ വെച്ചിരിക്കുന്നത്. അത് ഭരതനാട്യം മുതലേ അങ്ങനെ തന്നെയാ. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരേപോലെ തിരിഞ്ഞു നോക്കുമ്പോ റിഹേഴ്സൽ ടൈമില് ഞങ്ങൾക്കറിയില്ല ചേച്ചി എങ്ങനെയാ നിൽക്കുന്നത്, ചേച്ചി തന്നെ നിന്നതാ ഇങ്ങനെ. ഞങ്ങൾക്ക് അപ്പൊ റിഹേഴ്സലിന്റെ സമയത്ത് അപ്പൊ അതാണ് നമുക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ആളുകൾക്ക് ഇത് കാണുമ്പോ ചിരി വരും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു.